അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭാഷണം നടത്തി. എനിക്ക് ഹിജ്റ പോകുവാനുള്ള അനുമതിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരിക്കുന്നു. ഈയുള്ളവനും കൂടെ വരാൻ അനുവാദമുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഉണ്ട്, നമുക്ക് 2 വാഹനങ്ങൾ വേണം. ഒന്ന് എനിക്കും ഒന്ന് നിങ്ങൾക്കും. ഇതാ ഈ നിൽക്കുന്ന 2 ഒട്ടകങ്ങളിൽ ഒന്ന് തങ്ങൾക്കുള്ളതാണ്. ഇഷ്ടമുള്ളതെടുക്കാം. അങ്ങനെ പറ്റില്ല, ഞാൻ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൻ്റെ വില ഞാൻ തരും. ഇതിനൊന്നും പറയരുത്, സമ്മതിക്കേണ്ടതായി വന്നു. ആ രാത്രിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുകാർ കാത്തിരിക്കുകയായിരുന്നു. അവരാരും ഉറങ്ങിയില്ല. രാത്രിയിൽ ഏത് നേരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയെന്നറിയില്ലല്ലോ. അസ്മാ റളിയല്ലാഹു അൻഹ 2 തോൽപാത്രത്തിൽ ആഹാരവും വെള്ളവും നിറച്ചു. അത് മൂടിക്കെട്ടി ഭദ്രമാക്കി സാധനങ്ങൾ ഒട്ടകപ്പുറത്ത് വെച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാന്തനായി പ്രവേശിച്ചു. വീട്ടുകാർ ഉത്കണ്ഠയോടെ നോക്കി നിന്നു. ഒട്ടകങ്ങൾ ഇരുട്ടിലേക്ക് നീങ്ങിപ്പോയി. നുബുവത്തിൻ്റെ 13-ാം വർഷം റബീഉൽ അവ്വൽ 1-നായിരുന്നു ഈ യാത്ര. സൗർ മലയെ ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്തു. രാത്രി തന്നെ മലയുടെ സമീപത്തെത്തി. ഒട്ടകക്കാർ രംഗത്തു വന്നു. അയാൾ ഒട്ടകങ്ങളെ എങ്ങോ കൊണ്ടുപോയി. വലിയൊരു ഗുഹ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ പ്രവേശിച്ചു. അവിടെയെല്ലാം വൃത്തിയാക്കി. ഗുഹയുടെ ചുമരിൽ ധാരാളം ദ്വാരങ്ങൾ കാണുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കൈവശമുള്ള വസ്ത്രം കീറി ദ്വാരങ്ങളെല്ലാം അടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഒരു മാളം ശ്രദ്ധയിൽപ്പെട്ടത്. അത് തുണി കൊണ്ട് അടച്ചിരുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അടച്ചു പിടിച്ചു. അതിനകത്ത് ഒരു പാമ്പുണ്ടായിരുന്നു. അത് പെരുവിരലിൽ കൊത്തി. വല്ലാത്ത വേദന. അറിയാതെ കരഞ്ഞു പോയി. കണ്ണുനീർ തുള്ളികൾ ഒഴുകി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടി ഉണർന്നു. അബൂബക്കർ, എന്താ കരയുന്നത്? എന്തിനാണ് കരയുന്നത്? പാമ്പെന്നെ കൊത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാമ്പ് കൊത്തിയ മുറിവ് പരിശോധിച്ചു. നബി തങ്ങൾ തൻ്റെ തുപ്പുനീരവിടെ പുരട്ടി. വിഷമിറങ്ങി. ഒരു പകൽ കടന്നുപോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ അബ്ദുള്ള വൈകുന്നേരം ഗുഹയിലെത്തി. മോനെ, എന്തൊക്കെയാണ് മക്കയിലെ വർത്തമാനങ്ങൾ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അബ്ദുള്ള സംഭവങ്ങൾ വിവരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി കാത്തിരുന്നവർ അകത്തു കടന്ന് പിടികൂടിയപ്പോൾ ആളുമാറിയിരിക്കുന്നു. എവിടെ മുഹമ്മദ്? അവർ വർദ്ധിച്ച കോപത്തോട് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു കൈമലർത്തി. എവിടെയെന്നറിയില്ല. അവർ കോപത്തോടെ പിടിച്ചു വലിച്ചു. ഉന്തും തള്ളുമായി കഅബ ഷരീഫിൻ്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. അവിടെ കെട്ടിയിട്ടു. കുറേ നേരം ചോദ്യം ചെയ്തു. പിന്നെ അഴിച്ചു വിട്ടു. അബ്ദുള്ള ഓരോ ദിവസവും സന്ധ്യക്ക് ഗുഹയിൽ നിന്ന് വിവരങ്ങൾ കൈമാറി. ഖുറൈശികൾ നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഓടി. പെണ്ണുങ്ങളും കുട്ടികളും മാത്രമേയുള്ളൂ. എവിടെ അബൂബക്കർ? ശത്രുക്കളുടെ ഗർജനം. അവർ പേടിച്ച് വിറച്ചു. ഭീഷണിപ്പെടുത്തി. ഒരു തുമ്പും കിട്ടിയില്ല. നാനാഭാഗത്തേക്കും ആളുകൾ ഓടിക്കൊണ്ടിരുന്നു. ചിലർ ഓടിയോടി സൗർമലയിലെത്തി. പല പൊത്തുകളിലും ഗുഹകളിലും അവർ കയറി നോക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ കണ്ടു. അല്ലാഹുവിൻ്റെ റസൂലേ, അതാ ശത്രുക്കൾ. അവർ ഇങ്ങോട്ട് തന്നെ വരുന്നു. നമ്മെ കണ്ടാലുള്ള അവസ്ഥ. സമാധാനിക്കൂ. നാം 2 പേർ മാത്രമല്ല ഇവിടെയുള്ളത്. നമ്മോടൊപ്പം 3-മതൊരാൾ കൂടിയുണ്ട്. അല്ലാഹു ജല്ല ജലാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാന്തനം. ഇസ്ലാമിൻ്റെ ബന്ധശത്രുവായ ഉമയ്യത്ത് ബിൻ ഖലഫ് ഇപ്പോൾ സൗർ ഗുഹയുടെ മുമ്പിൽ നിൽക്കുന്നു. നമുക്ക് ഈ ഗുഹയിൽ ഒന്ന് കയറി നോക്കാം, ചിലർ അഭിപ്രായപ്പെട്ടു. ഉമയ്യത്ത് ഗുഹയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഗുഹാമുഖത്തൊരു ചിലന്തി വല കെട്ടിക്കൊണ്ടിരിക്കുന്നു. 2 പ്രാവുകൾ മുട്ടയിട്ട് കാവലിരിക്കുന്നു. ഉമയ്യത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. മുഹമ്മദിനെ പ്രസവിക്കുന്നതിന് മുമ്പുള്ള ചിലന്തി വലയാണത്. അവർ മുമ്പോട്ട് നടന്നുപോയി. അന്ന് മുഴുവൻ നടന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഒടുവിൽ അവർ പ്രഖ്യാപിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു തരുന്നവർക്ക് 100 ഒട്ടകം ഇനാം. ആളുകൾ നെട്ടോട്ടം തുടങ്ങി. എങ്ങനെയെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കണം. 100 ഒട്ടകം കരസ്ഥമാക്കണം.